ഒരുപാട് ലെയറുകളുള്ള സിനിമയാണ് ചിദംബരം ഡയറക്ട് ചെയ്ത ബാലൻ. മനഃശാസ്ത്രപരമായും ഫിലോസഫിക്കലായും ഈ സിനിമയെ നമുക്ക് വായിച്ചെടുക്കാനാകും. സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ലെയറുകൾ നമുക്ക് മനസ്സിലാകുക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജിത്തു മാധവൻ എഴുതി ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്നു കാണുക. സിനിമ കാണാതെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. വെൽക്കം ടു സിനിമോസഫി. ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഏത് വർഷമാണെന്ന് എവിടെയും കൃത്യമായി പറയുന്നില്ല. എന്നാൽ കാലഘടനയെല്ലാം വളരെ കൃത്യമായി സിനിമയിൽ സട്ടിലായി പറഞ്ഞു പോകുന്നുണ്ട്. ബാലൻ തിരിച്ചെത്തിയ ശേഷം അവൻ പോലീസ് സ്റ്റേഷനിലെ കൂളറിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അവിടേക്ക് കോൺസ്റ്റബിൾ വന്ന് അവനോട് രക്ഷപ്പെടാൻ പറയുന്ന സീനുണ്ട്. ഈ സമയം ആ കൂളറിന്റെ മുകളിൽ പോലീസ് സംഘടനയുടെ വാർഷികാഘോഷ പരിപാടിയുടെ പോസ്റ്റർ വ്യക്തമായി കാണിക്കുന്നുണ്ട്. 2020 ജൂൺ 19 പരിപാടി നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അധികം പഴക്കമില്ലാത്ത പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ മുതിർന്ന ബാലന്റെ കഥ നടക്കുന്നത് 2020 വ്യക്തമാണ്. 5-6 വർഷം മുൻപാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് മുതിർന്ന ബാലൻ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്. അതായത് 2015-ലോ 14-ലോ ആണ് ചെറിയ ബാലന്റെയും അമ്മയുടെയും കഥ നടക്കുന്നത്. ഇതും സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. അന്ന് കേരളത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ഡോകോമോ സിമ്മിന്റെ സ്റ്റിക്കർ ബാലന്റെ അമ്മ ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ വസുദേവ് എന്ന കുട്ടിയുടെ ആധാർ കോപ്പി എടുക്കുമ്പോൾ കുട്ടിയുടെ ജനന തീയതി കാണിക്കുന്നുണ്ട്. 2009 വസുദേവിന്റെ ജനന വർഷം. ഫസ്റ്റ് ഹാഫിലെ കഥ നടക്കുമ്പോൾ ആ കുട്ടിക്കും ബാലനും 5 വയസ്സാണ് പ്രായം. അതായത് 2014 സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നടക്കുന്നത്. 6 വർഷത്തിനു ശേഷം 2020 കഥയുടെ സെക്കൻഡ് ഹാഫ് നടക്കുന്നത്. ഷംനത്തയുടെ ഫോൺ അടക്കം പല വസ്തുക്കൾ കൊണ്ടും കാലഘടന കൃത്യമായി ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. ബാലന്റെ അമ്മയെ നമുക്ക് തൽക്കാലത്തേക്ക് അവർ കട്ടെടുത്ത ഐഡന്റിറ്റിയായ ഷേർലി എന്ന് തന്നെ വിളിക്കാം. ഷേർലി നിരന്തരം ക്ലാസിഫൈഡ്സ് നോക്കുന്നത് സിനിമയിൽ പലയിടത്തും കാണിക്കുന്നുണ്ട്. ആദ്യമായി ജോലിക്കെത്തുന്ന ചായക്കടയിൽ രാത്രിയിൽ ബാലനെ മടിയിൽ വെച്ച് ഉറക്കുമ്പോൾ അവർ വായിക്കുന്നത് പത്രത്തിലെ ക്ലാസിഫൈഡ്സ് പേജാണ്. നിൽക്കുന്ന ഇടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അടുത്ത ഇടത്തേക്ക് പലായനം ചെയ്യുക എന്നതാണ് ഷേർലിയുടെ പ്ലാൻ. അതിനുവേണ്ടി ഒരു ഓപ്ഷൻ ബി അവർ എപ്പോഴും കണ്ടുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിരന്തരം ക്ലാസിഫൈഡ്സ് നോക്കുന്നത്. ചായക്കടക്കാരൻ തന്റെ മോളും കൊച്ചുമോനുമായി നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കഴിയാമെന്ന് പറയുമ്പോൾ അവർ ആ നാട് വിട്ടു പോകുന്നുണ്ട്. ക്ലാസിഫൈഡ്സ് നോക്കിയാണ് അവർ അടുത്ത കേന്ദ്രമായ മെഴുകുതിരി നിർമ്മാണ യൂണിറ്റിൽ എത്തുന്നത്. ബാലനും ഷേർലിക്കുമിടയിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വരുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് സ്നേഹത്തോടെ വരുന്നവരായാലും അല്ലാതെ വരുന്നവരായാലും രണ്ടായാലും അതൊരു ഭീഷണിയായിട്ടായിരുന്നു ഷേർലി കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അടുപ്പം കാണിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം അവർ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ആ തിയേറ്ററിൽ അപ്പോൾ ഓടുന്ന സിനിമയുടെ പോസ്റ്റർ കാണിക്കുന്നുണ്ട്. അതിൽ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറും നടനുമായ ഗണപതിയാണ് നായകൻ. കൂൾ സ്റ്റാർ അർജുൻ എന്നാണ് ഗണപതിയുടെ പേര്. അത് രസകരമായൊരു ഡീറ്റെയിലിംഗ് ആയിരുന്നു. ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയാണ് ഗിരിജ മകൻ വസുദേവിന്റെ തിരിച്ചറിയൽ രേഖകൾ കോപ്പിയെടുക്കാൻ വേണ്ടി ഷേർലിക്ക് കൊടുക്കുന്നത്. എന്നാൽ കോപ്പിയെടുത്ത് വരുമ്പോഴേക്കും ഓട്ടോറിക്ഷ മറിഞ്ഞ് വസുദേവ് മരണപ്പെട്ടിരുന്നു. ഈ സമയം വസുദേവിന്റെ തിരിച്ചറിയൽ രേഖകളുമായാണ് ഷേർലി ആ വീട്ടിൽ നിന്ന് പോരുന്നത്. ഈ രേഖകളിൽ കൃത്രിമം കാണിച്ചാണ് അവർ ബാലനെ സ്കൂളിൽ ചേർക്കുന്നത്. ആ രാത്രി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ബാലൻ ടിവിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയം അവൻ കാണുന്നത് വസുദേവ് ഉൾപ്പെടെ 3 കുട്ടികൾ അപകടത്തിൽ മരണപ്പെട്ട വാർത്തയാണ്. അതും മികച്ച ഡീറ്റെയിലിംഗ് ആയിരുന്നു. ഇവിടെ വെച്ചാണ് ബാലന്റെ അമ്മ ഷേർലി ഒറിജിനൽ ഷേർലിയെ കണ്ടുമുട്ടുന്നത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം അവരുടെ ബാണ്ടക്കെട്ടിനടുത്ത് ഒരു അഴുക്കു പിടിച്ച പാവ കിടക്കുന്നുണ്ട്. ഇത് മാനസിക പ്രശ്നമുള്ള ഷേർലിയുടെ മകന്റെ പാവയാകാനാണ് ചാൻസ്. മകൻ മരണപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് മാനസിക പ്രശ്നമുണ്ടായത്. ആ ഡീറ്റെയിലിംഗ് ഒരു ക്ലോഷർ സിനിമയുടെ ക്ലൈമാക്സിൽ നൽകുന്നുണ്ട്. അത് വഴിയെ പറയാം. ഷേർലി മാനസിക പ്രശ്നമുള്ള ആ സ്ത്രീയുടെ, അതായത് ഒറിജിനൽ ഷേർലിയുടെ ID കൈക്കലാക്കുന്നതോടെയാണ് സിനിമ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത്. ഈ ID ഷേർലി കൈക്കലാക്കുന്നതോടെ അവരുടെ മുഖത്ത് ബസിന്റെ ഹെഡ്ലൈറ്റ് വീഴുന്നുണ്ട്. പുതിയൊരു വഴി തുറന്നു കിട്ടിയ വെളിച്ചമാണ് അതിലൂടെ ബ്രില്യൻ്റായി ചിദംബരം കാണിച്ചത്. ഒറിജിനൽ ഷേർലിയുടെ ആ ID വെച്ചാണ് അവർ ക്ലാസിഫൈഡിൽ കണ്ട ഐപ്പിന്റെ നമ്പറിൽ വിളിക്കുന്നതും അമ്മച്ചിയുടെ വീട്ടിൽ ജോലിക്ക് കയറുന്നതും. ബാലന്റെ അമ്മയല്ല യഥാർത്ഥ ഷേർലി എന്ന് ആർക്കും അറിയില്ല. അമ്മച്ചിയല്ലാതെ ആരും ഷേർലി എന്ന ഐഡന്റിറ്റിയിൽ ജീവിക്കുമ്പോൾ ബാലന്റെ അമ്മയെ കാണുന്നില്ല. കാലിന് പരിക്കുപറ്റി കിടക്കുന്നതുകൊണ്ട് ഷേർലിയെ കൊണ്ടാക്കാൻ
അമ്മച്ചിയുടെ മകൻ ഏർപ്പാടാക്കിയ ഐപ്പും എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഷേർലിയുടെ മുഖം അമ്മച്ചിയല്ലാതെ മറ്റാരും കാണുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ക്ലൈമാക്സിൽ ബാലന്റെ അമ്മ അവർക്ക് പകരം ഒറിജിനൽ ഷേർലിയെ വീട്ടുകാർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഐപ്പ് വാതിൽ തുറക്കാൻ ഒരുങ്ങുമ്പോൾ പുറത്തു നിൽക്കുന്നവരാണ് നിന്റെ മകനെ കൊന്നത് എന്നാണ് ബാലന്റെ അമ്മ ഒറിജിനൽ ഷേർലിയുടെ ചെവിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മകനുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ മകന്റെ മരണത്തോടെയായിരിക്കണം അവർ മാനസിക പ്രശ്നമുള്ള ആളായി തീർന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് അവർ മകനെ ചോദിച്ച് ഒരുപാട് കരഞ്ഞിരുന്നു എന്നും പിന്നീട് സൈലന്റ് ആയി എന്നും. കണ്ടോ കണ്ടോ താക്കോലി എന്ന പാട്ടിന്റെ അവസാനത്തിലാണ് ബാലന്റെ അമ്മ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒറിജിനൽ ഷേർലിയെ വീണ്ടും കാണുന്നത് എന്നതും ഒരു ചിദംബരം ബ്രില്യൻസ് ആണ്. അതായത് അവർ അവരെ പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് ഊരാനുള്ള താക്കോൽ അപ്പോഴാണ് കണ്ടെത്തുന്നത്. ബാലന്റെ അമ്മ തന്നെയാണ് ജയിലിൽ എന്ന് അവസാന നിമിഷം വരെ നമ്മൾ പ്രേക്ഷകരും വിശ്വസിച്ചു പോകും. ഈ വിശ്വാസം നിലനിർത്താൻ വളരെ ബ്രില്യൻ്റായി ചില പൊടിക്കൈകൾ ചിദംബരം ചെയ്തിട്ടുണ്ട്. ഷേർലി ഷംനത്തെ വെടിവെക്കുന്നത് ഡയറക്റ്റായി തന്നെ കാണിക്കുന്നുണ്ട്. ഒരാൾ പറയുന്ന രീതിയിലല്ല അത് കാണിച്ചിട്ടുള്ളത്. ഒരു ചുവന്ന ചുരിദാറിട്ടാണ് ഷേർലി അത് ചെയ്യുന്നത്. ഇതേ ചുരിദാർ ധരിച്ചുകൊണ്ടാണ് അവർ ഐപ്പിന് നേരെ തോക്ക് ചൂണ്ടുന്നതായും കാണിക്കുന്നത്. പക്ഷേ ഇതിൽ രണ്ടിലും വ്യത്യാസമുണ്ട്. വീട്ടുകാരെ വെടിവെച്ചെന്ന് ആ നാട്ടിലെ പിള്ളേര് പറയുമ്പോഴാണ് കാണിക്കുന്നത്. സിനിമ ഡയറക്റ്റായി വീട്ടുകാർക്കെതിരെ വെടിയുതിർത്തത് ബാലന്റെ അമ്മയാണെന്ന് എവിടെയും പറയുന്നില്ല. പക്ഷേ ഡയറക്റ്റ് പറയുന്ന അതേ രീതിയിൽ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവും കാണിച്ചു. ഒരു തരത്തിൽ പ്രേക്ഷകരെ ബുദ്ധിപരമായി പറ്റിക്കുകയാണ് ചിദംബരം ചെയ്തത്. അവസാനം ജയിലിൽ കിടക്കുന്നത് മാനസിക പ്രശ്നമുള്ള ഷേർലിയാണെന്ന് അറിയുമ്പോഴാണ് മുമ്പ് കാണിച്ചത് ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ആണെന്ന് നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കുക. അതൊരു ചിദംബരം ബ്രില്യൻസ് തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള ഇന്റലക്ച്വൽ കൺകെട്ടുകളാണ് ചിദംബരം സിനിമകളെ വേറിട്ടു നിർത്തുന്നതും. ജാനേമനിലും മഞ്ഞുമൽ ബോയ്സിലുമെല്ലാം ഈ ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. ഈ സിനിമ നടക്കുന്നത് എവിടെയാണെന്ന് വ്യക്തമായി എവിടെയും പറയുന്നില്ല. കഥ തുടങ്ങുമ്പോൾ അവർ പുറത്തിറങ്ങുന്നത് കണ്ണൂർ വനിതാ ജയിലിൽ നിന്നാണ്. പക്ഷേ പിന്നീട് അവർ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഇടുക്കിയിലാണ്. ആ ഹോട്ടലിന്റെ മുന്നിലുള്ള പള്ളിയുടെ പേരിനൊപ്പമുള്ള സ്ഥലം ഉപ്പുകുളം എന്നാണ്. ഈ സ്ഥലം ഇടുക്കിയിലാണ്. ഹോട്ടലിൽ ഷേർലി പറയുന്നതും സ്വന്തം സ്ഥലം ഇടുക്കിയിലാണെന്നാണ്. അമ്മച്ചിയുടെ വീടുള്ള സ്ഥലം വയനാടാണ്. വയനാട് എന്ന് എവിടെയും കൃത്യമായി പറയുന്നില്ല. മലനാട് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. മലനാട് പോലീസ് സ്റ്റേഷനിലാണ് പവിത്രനും മറ്റു പോലീസുകാരും ജോലി ചെയ്യുന്നത്. എന്നാൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള ജില്ലയുടെ മാപ്പ് കൊടുത്തിരിക്കുന്നത് വയനാട് ജില്ലയുടേതാണ്. മാത്രമല്ല അമ്മച്ചിയുടെ വീട്ടുകാർ വരുന്ന വാഹനത്തിൻ്റെതടക്കം അധികം വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ നമ്പർ വയനാട് ജില്ലയുടേതാണ്. ബാലനും അമ്മയും ആ നാട്ടിൽ വന്നിറങ്ങുന്ന ബസിന്റെ പേര് പഴശ്ശിരാജ എന്നാണ്. ഇതും വയനാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ സിനിമയുടെ ആദ്യ പകുതിയിലധികം വയനാട്ടിലാണ് കഥ നടക്കുന്നത്. രണ്ടാം പകുതി മംഗലാപുരത്തുമാണ് കഥ നടക്കുന്നത്. സ്റ്റേഷൻ കാണിക്കുമ്പോൾ തന്നെ പവിത്രന്റെ ക്യാരക്ടർ വ്യക്തമാക്കുന്നുണ്ട്. പണ്ടെങ്ങോ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന അടിപിടിയുടെ ഭാഗമായി ഉണ്ടായ പകയാണ് അത്രയും കാലം പവിത്രൻ കൊണ്ടു നടക്കുന്നത്. ആ പക തീർക്കാനാണ് സ്വന്തം ബന്ധുവിനെ ലോറി ഇടിച്ചു കൊല്ലാൻ പവിത്രൻ ശ്രമിക്കുന്നത്. അയാൾ എത്രത്തോളം സൈക്കോയാണെന്ന് ആ സീനിലൂടെ തന്നെ സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 6-7 വർഷമായിട്ടും അയാൾ ബാലനോടുള്ള പക കൊണ്ടു നടന്നത് അയാളുടെ ക്യാരക്ടറിന്റെ ഭാഗമാണെന്ന് ആദ്യ സീനിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് ചിദംബരം. സിനിമയുടെ അവസാനം പവിത്രൻ തന്നെ ചതിക്കുമെന്ന് അബ്ബ കൂടെ ബാലനോട് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ അവൻ പകരം വീട്ടുന്നുണ്ട്. പവിത്രന്റെ പോക്കറ്റിൽ നിന്ന് ഹാൻഡ്കഫിന്റെ കീ എടുത്ത് നൈസായി ടൊവിനോയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ടൊവിനോ പറയുന്നത് പെറ്റമ്മയ്ക്ക് വേണ്ടിയല്ലേ വളർത്തച്ഛനെ ഒറ്റാമെന്ന്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ബാലൻ എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. വീഡിയോയിൽ വിട്ടുപോയ ഹിഡൻ ഡീറ്റെയിൽസും കമൻറ്റിൽ പറയുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.